തിരുവനന്തപുരത്തിൻ്റെ ഒരു പുരാതനമായ പേരാണ് അനന്തങ്കാട്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രമൊക്കെ എടുത്തു നോക്കിയാൽ കാണാം. ഈ സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഇതിനകത്ത് 1-2 പേര് ഇവർ തന്നെ വേണം, ഇവരുണ്ടെങ്കിലേ ഈ കാസ്റ്റ് പെർഫെക്റ്റ് ആവും, ഇവരില്ലെങ്കിൽ ആ കാസ്റ്റ് പ്രശ്നമാവും എന്നുള്ള കുറച്ച് ആളുകളുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതിൽ വിളിച്ചൊരാൾ ഇന്ദ്രൻ സേട്ടനാണ്. ഇന്ദ്രൻ സേട്ടനോട് ഒരേ ഒരു കാര്യം പറഞ്ഞു, ഇന്ദ്രൻ സേട്ടൻ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്, 100 ദിവസത്തെ ഡേറ്റാണ്. ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ അത് എനിക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇന്ദ്രൻ ചേട്ടൻ അത്രയും സ്ട്രോങ് ആയിട്ടൊരു ക്യാരക്ടർ, അത്രയും ഇഷ്ടപ്പെടുന്നൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ടിയാൻ അറിയാലോ, തിയേറ്ററിൽ അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയിൽ അതിനുശേഷം ഈ കോവിഡ് വരുന്ന ടൈമിലാണ് OTT-ലേക്ക് വരുന്നത്. നല്ല സിനിമയാണെന്നും ടിയാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരുപാട് ഒരു വിളിക്കുകയും ഫാൻ ബേസ് വന്നത്. ഇപ്പോൾ ഇന്ദ്രജിത്ത്, മുരളി ഗോപി, GN കൃഷ്ണകുമാർ എന്ന് പറയുന്നൊരു കോൺസ്റ്റൻസ് ആണ്, ലൈക്ക് അത് വർഷങ്ങളായിട്ടുള്ളൊരു കൊളാബറേഷൻ ആണ്. എനിക്ക് ഇന്ദ്ര ഭയങ്കര കംഫർട്ട് സോണിലുള്ള ഒരു ആക്ടറാണ്. ഇപ്പൊ മുരളിച്ചേട്ടൻ എൻ്റെ കംഫർട്ട് സോണിലുള്ള ആക്ടറാണ്. അങ്ങനെയുള്ള ആളുകളുടെ സിനിമയിൽ ഭയങ്കര സന്തോഷമാണ്. ഇന്ദ്രനെ നമുക്ക് ക്യാമിയോ ആയിട്ട് ഇതിനകത്ത് കിട്ടുമോ? ഈ പറഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ഐഡിയ. മുരളിച്ചേട്ടൻ്റെ സ്ക്രിപ്റ്റുകൾ അറിയാം. നമ്മൾ എന്ത് പറയണം ഈ സിനിമയിൽ, എന്ത് പറയണ്ട എന്നൊരു തീരുമാനം കൃത്യമായിട്ട് എടുത്തിട്ട് ആ ഒരു സിനിമ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സെന്റിമെന്റ്സോ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ബിസിനസ് കാര്യങ്ങളോ ഒന്നും നമ്മൾ ഈ സിനിമയ്ക്കുള്ളിൽ കൊണ്ടുവരാൻ മാക്സിമം നോക്കാറില്ല. 8 വർഷത്തിൽ ഇപ്പോഴും ടിയാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അന്ന് അങ്ങനെ ഒരു കോൾ എടുത്തതുകൊണ്ടാണ് ടിയാൻ ഇപ്പോഴും സംസാരിക്കുന്നത്. അപ്പോൾ അനന്തങ്കാടും അങ്ങനെ സംസാരിക്കപ്പെടുന്ന ഒരു സിനിമയാവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അനന്തങ്കാട് പോലൊരു സിനിമയും അതിനകത്ത് പൊളിറ്റിക്സ് കടന്നു വരുന്നുണ്ട്. പക്ഷെ ടിയാനെ പോലൊരു വിഷയം സംസാരിക്കുന്ന ഒരു സിനിമയല്ല അത്. പക്ഷെ എനിക്ക് ഇത്തരം സിനിമകളോട് വലിയ താല്പര്യമുള്ളതാണ്. മേക്കർ എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുള്ള ആളുമാണ്. ഒരു വിവാദത്തിനുമില്ല. ഡയറക്ടർ, റൈറ്റർ GN കൃഷ്ണകുമാറാണ് ഇന്ന് എൻ്റെ കൂടെ ഓൺ ക്ലബ് FM. ഹായ് ജെയിൻ, വെൽക്കം ടു ക്ലബ് FM. ഓക്കെ, ആഫ്റ്റർ ടിയാൻ 8 വർഷത്തിന് ശേഷം എഗെയിൻ ഹ്യൂജ് ക്യാൻവാസ്, ഹ്യൂജ് സ്റ്റാർ കാസ്റ്റ്, എന്താ പറയുക, മാർക്ക് ആൻ്റണിയുടെ പ്രൊഡ്യൂസർ വരുന്നു, കാന്താര മൂവിയുടെ മ്യൂസിക് ഡയറക്ടർ വരുന്നു. മൊത്തത്തിൽ എഗെയിൻ ഹ്യൂജ് മൂവി തന്നെയാണ്. അപ്പോൾ 8 ഇയേഴ്സ് മുമ്പുള്ള GN കൃഷ്ണകുമാറും ഇപ്പോൾ ഉള്ള GN കൃഷ്ണകുമാർ ആസ് എ ഫിലിം മേക്കർ ഒരു മെയിൻ ഡിഫറൻസ് പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? സിനിമയിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ കോവിഡ് ടൈമിന് ശേഷം സിനിമയിലെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ടിയാൻ ചെയ്യുന്ന സമയത്ത് ടിയാൻ അറിയാലോ, തിയേറ്ററിൽ അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയിൽ അതിനുശേഷം ഈ കോവിഡ് വരുന്ന ടൈമിലാണ് ആ സമയത്തും ഇത് OTT-ലേക്ക് വരുന്നതും ഓൺലൈൻ പ്ലാറ്റ്ഫോം കുറച്ചും കൂടി എല്ലാവർക്കും കാണാൻ തുടങ്ങിയ സമയത്താണ് ടിയാൻ നല്ല സിനിമയാണെന്നും ടിയാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരുപാട് ഒരു വിളിക്കുകയും അറിയായിരിക്കും അത് കുറച്ചുകൂടി അതിനൊരു ഫാൻ ബേസ് വന്നത്. അപ്പോൾ അത് മാറിയിട്ടുണ്ട്. ആ സാഹചര്യം ഇപ്പം മാറിയിട്ടുണ്ട്. ഇപ്പം എല്ലാവർക്കും ഇപ്പോൾ അനന്തങ്കാട് എന്താണെന്ന് അവരറിഞ്ഞിട്ടാണ് തിയേറ്ററിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ അറിഞ്ഞിട്ട് വരുമ്പോൾ അന്നുണ്ടായ വ്യത്യാസം ഇതാണ്. ഇപ്പം നമ്മൾ കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് നമ്മളൊരു പറയാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ കുറച്ചുകൂടി പെട്ടെന്ന് പറയാൻ പറ്റും നമുക്ക്. ഇത് എല്ലാവരും അറിഞ്ഞിട്ടാണ് വരുന്നത് ഈ സിനിമയെക്കുറിച്ച്. ടിയാൻ അന്ന് ടിയാൻ ഇറക്കുന്നതിൻ്റെ ട്രെയിലർ കണ്ടിട്ടും അതിനെക്കുറിച്ചുള്ള ന്യൂസസ് എത്തരത്തിലുള്ളൊരു സിനിമയാണെന്ന് അറിയാതെ തിയേറ്ററിൽ വന്നിട്ട് അവർ പ്രതീക്ഷിച്ച് വരുന്നൊരു സിനിമ ആയിരിക്കില്ല ചിലപ്പോൾ അവർ കണ്ടത്. പക്ഷേ അനന്തങ്കാടിനെ കുറിച്ച് നേരെ തിരിച്ച് ഇപ്പോൾ എല്ലാവർക്കും അറിയാം അനന്തങ്കാട് എന്താണ് എന്ന് അറിഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഒരു അത് അങ്ങനെ വരുന്നത് കുറച്ചുകൂടി നല്ലതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, എനിക്കൊന്ന് ഈ പറയുന്ന പോലെ നമ്മുടെ ആ സമയത്ത് ടിയാൻ്റെ സമയത്താണെങ്കിലും എനിക്കൊന്ന് മുരളി ഗോപിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ഒരുപാട് സിനിമയെക്കുറിച്ച് പുറത്ത് വരാതെ ആൾക്കാർ സിനിമ കാണുന്നതാണ് കുറച്ചുകൂടി ഒരു അവർക്കൊരു ഫ്രഷ് ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പറയാം, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഇപ്പോൾ ഈ ട്രെയിലർ, ഇപ്പം അനന്തങ്കാടിൻ്റെ ട്രെയിലർ വന്നു. അപ്പം അതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ ഇപ്പോൾ കണ്ടതിനേക്കാൾ കുറച്ച് കൂടുതലുള്ള വലിയ സീക്വൻസുകളും കുറച്ചുകൂടി വലിയ ക്യാൻവാസിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഒരു 2.5 മണിക്കൂർ സിനിമയിൽ നിന്ന് 2.5 മിനിറ്റ് കട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. പക്ഷെ അത് എന്ത് വയ്ക്കണം എന്ത് വെക്കണ്ട എന്നുള്ളൊരു ഡിസിഷൻ ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാവുമ്പോൾ നമ്മളെല്ലാം കൊടുത്ത് അങ്ങനെ കയറ്റാതെ അത് അവർ വന്ന് കാണുമ്പോൾ അവരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സിനിമയിൽ. അപ്പോൾ ഒരു എന്താ പറയുക, മേജർ ട്രാൻസിഷൻ വന്നൊരു പീരീഡ് എന്ന് പറഞ്ഞ് ടിയാൻ തന്നെയാണ്. അപ്പോൾ അതിന് ശേഷം പക്ഷേ ഇത്രയും വലിയൊരു ഗ്യാപ്പ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏതൊരു ഇൻ്റർവ്യൂവിൽ എനിക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അത് എനിക്ക് അടുപ്പിച്ച് സിനിമ ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ അങ്ങനെ അടുപ്പിച്ച് സിനിമകൾ ചെയ്യാത്തപ്പോൾ അതിനൊരു സ്റ്റെബിലിറ്റി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അല്ല, അങ്ങനെ അടുപ്പിച്ച് സിനിമ ചെയ്യാൻ താല്പര്യമില്ല എന്നല്ല പറഞ്ഞത്. ഞാൻ എടുക്കുന്ന സിനിമകളുടെയും സബ്ജക്റ്റിൻ്റെയും ഇതുകൊണ്ടാണ്. അതായത് ഇപ്പോൾ ടിയാൻ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു എന്നുള്ളത് പറയുമ്പോൾ 8 വർഷം ഞാൻ ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ
കാണുമ്പോഴാണ് അറിയുന്നത് 8 വർഷമായി എന്നുള്ളത്. അപ്പം എന്താ വെച്ചാൽ ടിയാൻ കഴിഞ്ഞിട്ട് ഞാൻ നേരെ തമിഴിലാണ് 2 സിനിമകൾ ചെയ്തത്. അപ്പോൾ അത് ഞാൻ എഴുതി സംവിധാനം ചെയ്ത സിനിമകളാണ്. അപ്പം എഴുതാൻ തന്നെ ഏകദേശം ഒരു 6-7 മാസം എടുക്കും. അത് കഴിഞ്ഞ് അത് പ്രൊഡക്ഷൻ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ, ഇങ്ങനെ പോവും. അപ്പം തന്നെ ഏകദേശം ഒരു വർഷം 2 വർഷം ഓരോ പ്രോജക്റ്റിനും വേണ്ടി പോകും. അങ്ങനെ 2 സിനിമ കഴിഞ്ഞാൽ തന്നെ ഏകദേശം കുറച്ച്, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കോവിഡ് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. ഈ സിനിമ ചെയ്യാൻ വേണ്ടി ഏകദേശം 2-2.5 വർഷത്തെ പ്രിപ്പറേഷൻ ഉണ്ട്. ഇത് കുറച്ച് വലിയ സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്ത്, സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്ത്, ഇതിൻ്റെ ഇത് ഏകദേശം ഒരു 120 ദിവസത്തോളം ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഏകദേശം ഒരു 10 മാസത്തോളം ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എടുത്തു. കുറച്ച് CG ഒക്കെ ഉള്ളത് ഒരു വർഷം മുമ്പ്, അതായത് നമ്മൾ ആ സമയത്ത് റിലീസ് ചെയ്യണമെന്ന് വെച്ചിട്ടും കുറച്ചുകൂടി ടൈം എടുത്ത് അതിൻ്റെ CG ഒക്കെ തീരാൻ കുറച്ച് സമയം എടുത്തു. അപ്പം അതുകൊണ്ട് കുറച്ചുകൂടി ലേറ്റായി. അപ്പം ഈ സിനിമയ്ക്ക് വേണ്ടി 2.5 വർഷം ചെയ്തു. ഈ കാലയളവ് നമുക്ക് അറിയുന്നില്ല എന്നുള്ളതാണ്. പറയുമ്പോഴും ഇതുപോലെ ചോദിക്കുമ്പോഴാണ് ഈ കാലയളവ് അറിയുന്നത്. ഇത്രയും വർഷമായി. എനിക്കിപ്പോൾ ടിയാൻ എന്നോട് ചോദിച്ചാൽ ടിയാൻ എനിക്കിപ്പോൾ എന്തോ കഴിഞ്ഞ വർഷം എന്തോ റിലീസായ ഒരു സിനിമയുടെ പ്രതീതിയാണ്. കാരണം അത് പിന്നെ അതൊക്കെ അങ്ങനെ വരുമ്പോഴൊരു സന്തോഷമുണ്ട്. 8 വർഷത്തിന് ശേഷവും ടിയാൻ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇല്ലെങ്കിൽ ആ സിനിമ സംസാരിച്ച വിഷയം എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന വിഷയമാണ്. ഇപ്പോഴും ടിയാൻ ചർച്ചയിലുണ്ടല്ലോ. അതൊരു ഒരു മേക്കറെ സംബന്ധിച്ചുള്ള വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. ഇല്ല, അന്ന് ഞാൻ തിയേറ്ററിലാണ് ആ സിനിമ കണ്ടത്. അപ്പോൾ അന്ന് തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട് ഞാൻ ഫ്രണ്ട്സിനോടും പറഞ്ഞു. അപ്പോൾ അന്ന് പക്ഷേ ഉണ്ടായിരുന്നൊരു എന്താ പറയുക, ആൾക്കാർ എക്സ്പെക്ട് ചെയ്തിരുന്നത് മറ്റേ മാസ് ഒരു സംഭവം എന്നുള്ള രീതിയിലാണ്. പക്ഷേ സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരു സോഷ്യൽ ഒരു സംഭവം ആണെന്നുള്ളത് സിനിമ കാണുമ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത്. ഓക്കെ, ഇപ്പോൾ അനന്തൻ കാടിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് അനന്തൻ ലെയിൻ എന്ന് പറഞ്ഞ് ഇപ്പോഴും ഉണ്ട്, ഒരു ലെയിൻ ഉണ്ട്. ആൻഡ് അവിടെ ഒരു നാഗരാജ ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് സിനിമയ്ക്ക് കണക്ഷൻസ് ഉണ്ടോ? ഇല്ല, തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് പിന്നിലായിട്ട് അനന്തൻകാട് ക്ഷേത്രമുണ്ട്. അവിടെ ആ സ്ഥലത്തിന് അനന്തൻകാട് എന്ന് തന്നെയാണ് പറയുന്നത്. അനന്തൻ കാട്, ആ ക്ഷേത്രത്തിന്റെ പേര് അനന്തൻകാട് എന്നാണ്. ആ ക്ഷേത്രമായിട്ടോ പത്മനാഭസ്വാമി ക്ഷേത്രമായിട്ടോ ഒന്നും ഈ സിനിമയ്ക്ക് ബന്ധമില്ല. ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു പുരാതനമായ പേരാണ് അനന്തൻകാട്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രമൊക്കെ എടുത്തു നോക്കിയാൽ കാണാം, ആ പേര് അതിനകത്തൊക്കെ ഉണ്ട്, അനന്തൻകാടെന്ന്. അപ്പോൾ തിരുവനന്തപുരം എല്ലാ സ്ഥലങ്ങളും പണ്ട് കാടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ തിരുവനന്തപുരം ആ സിറ്റി, പത്മനാഭസ്വാമി ക്ഷേത്രം ഇരിക്കുന്നതും ആ തിരുവനന്തപുരം ആ സിറ്റി ഫുള്ള് പണ്ടൊരു കാടും ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ പുരാതനമായൊരു പേരാണ് അനന്തൻകാട്. പക്ഷേ ഈ ആ തിരുവനന്തപുരത്തിൻ്റെ പഴയ പേര് വേണമെന്ന് വെച്ച് പേരിടുമ്പോഴും ഇതിനകത്തുള്ള കഥാപാത്രങ്ങളെല്ലാം കൂടുതലും മെജോറിറ്റി ക്യാരക്ടേഴ്സ് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടു പരിചരിച്ചതോ, ഞാൻ ഈ കുട്ടിക്കാലത്തൊക്കെ കണ്ടിരുന്ന, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കണ്ടിരുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഹൃദയത്തോട് അടുത്ത് വയ്ക്കാൻ പറ്റുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്. ഉണ്ട്, കണ്ടിട്ടുള്ള കുറേ കഥാപാത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ മുരളിച്ചേട്ടൻ്റെ കോളേജ് കാലത്ത് മുരളിച്ചേട്ടൻ കണ്ട കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായൊരു സിനിമയാണിത്. മുരളി ഗോപി ആസ് എ റൈറ്റർ ആൻഡ് യു ബീങ് എ ഡയറക്ടർ വന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്തതിന് ശേഷം പിന്നെ എത്ര കാലം എടുത്തു? ഇപ്പോൾ നമ്മൾ ഈ റിലീസ് വരെ എത്തി നോക്കുകയാണെങ്കിൽ എത്ര ടൈം എടുത്തിട്ടുണ്ട്? ഞാൻ ഈ മുരളിച്ചേട്ടനുമായിട്ടുള്ള ഒരു അസോസിയേഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ ഞങ്ങളിങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു അസോസിയേഷൻഷിപ്പ് ഒന്നും അല്ല. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്ന ആളുകളാണ്. ഏകദേശം ഒരു 5 കിലോമീറ്ററിന് ഡിഫറൻസുകൾ തിരുവനന്തപുരത്ത്. ഞങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരത്തുകാരാണ്. അപ്പോൾ ഞങ്ങൾ ടിയാന് മുമ്പും കാഞ്ചി എന്ന് പറഞ്ഞൊരു സിനിമയിൽ മുരളിച്ചേട്ടൻ അഭിനയിച്ചിരുന്നു. അപ്പോൾ ആ സമയം മുതലുള്ളൊരു ആത്മബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ പല തോട്ടുകളും പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. സിനിമയെ പറ്റിയും എല്ലാ വിഷയങ്ങളെ പറ്റിയും രാഷ്ട്രീയത്തെ പറ്റിയും ഒക്കെ സംസാരിക്കും. അപ്പോൾ ഇങ്ങനെ ഞാൻ ടിയാൻ പോലൊരു സബ്ജക്റ്റ്, ടിയാനിൽ പറഞ്ഞ വിഷയം സംസാരിക്കണമെന്ന് പറയും. മുരളിച്ചേട്ടൻ്റെ ഒരു സബ്ജക്റ്റ് ഉണ്ടാവുകയും അങ്ങനെ ചെയ്ത സിനിമയാണ്. അതിനുശേഷം നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തിരുവനന്തപുരത്തെ ഈ ചില ക്യാരക്ടേഴ്സിനെ പറയുമ്പോഴും ചില ആളുകളെ പറ്റി പറയുമ്പോഴും മുരളിച്ചേട്ടൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോട്ടുണ്ടായിരുന്നു അനന്തൻകാടിൻ്റെ. അപ്പോൾ അത് കുറേ കാലങ്ങളായിട്ട് പറഞ്ഞിരുന്നൊരു തോട്ട് ആ സിനിമയാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പം മുരളിച്ചേട്ടൻ ലൂസിഫറിൻ്റെ എമ്പുരാൻ്റെയും തിരക്കിലേക്ക് പോയി, ഞാൻ തമിഴിലേക്ക് പോയി. അപ്പം കുറച്ച് ആ സമയത്ത് ആ ഒരു ഗ്യാപ്പ് വന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതോ ഒന്നുമല്ല, ഈ സിനിമ ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് വന്നു. രണ്ടുപേരുടെയും തിരക്കുണ്ടായി. കോവിഡ് കഴിയുന്ന സമയത്ത് കോവിഡിൻ്റെ ആ സ്റ്റേജിലാണ് വീണ്ടും അത് നമ്മൾ എന്തായാലും ആ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും വീണ്ടും അതിനൊരു പ്രൊഡക്ഷൻ സംസാരിക്കുകയും. അപ്പം പക്ഷേ സ്ക്രിപ്റ്റൊക്കെ ചെയ്തിട്ട് ഏകദേശം ഷൂട്ടിന് ഒരു 6 മാസം മുന്നാണ് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതും. ആ സമയത്താണ്. അത് എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്കൊരു 4 വർഷം മുമ്പ് എഴുതി വെച്ചൊരു സിനിമ ഇന്ന് നാളെ എടുത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അന്ന് എന്താണോ നടക്കുന്നത്, ഇല്ലെങ്കിൽ എന്താണോ പുതിയ സിനിമ എന്താണോ, അത് അങ്ങനെ ചെയ്യാൻ പറ്റും. അത് എല്ലാവർക്കും അങ്ങനെ സിനിമ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സിൻസ് അത് പറഞ്ഞുകൊണ്ട് കൊളാബറേഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഇന്ദ്രജിത്ത്, മുരളി ഗോപി, GN കൃഷ്ണകുമാർ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻസ് ആണ്. ലൈക്ക് അത് വർഷങ്ങളായിട്ടുള്ളൊരു കൊളാബറേഷൻ ആണ്. ഇപ്പോൾ സിനിമയിൽ നോക്കി കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് കൊളാബറേഷൻസ് കുറവാണ്. ഉണ്ട്,
ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പ്രിയദർശൻ, മോഹൻലാൽ എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ടെങ്കിൽ പോലും വളരെ കുറവാണ്. ചിലർ ഒരു കോംബോ പോലെ വരും, കുറച്ച് നാളെ അവർ സിനിമകൾ ചെയ്യുള്ളൂ, പിന്നീട് സ്പ്ലിറ്റ് ചെയ്ത് പോവാണ്. നിങ്ങളൊരു 16 വർഷത്തോളം, 2010 തൊട്ടേ ഉണ്ട്, കോളേജ് ഡേയ്സ്, കാഞ്ചി, പിന്നെ ടിയാന്, അങ്ങനെ നിങ്ങൾ മൂന്നുപേരെയും കണക്ട് ചെയ്ത് നിർത്തുന്ന ഒരു മേജർ സാധനം എന്താണ്? അല്ല, അതൊരു ഭയങ്കര ആത്മബന്ധമുണ്ട് എല്ലാവരുമായിട്ടും. ഇപ്പോൾ മുരളിച്ചേട്ടനുമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഇനി ഞങ്ങൾ സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഇന്ദ്രൻ്റെ ആദ്യത്തെ സിനിമയുടെ ഹീറോയാണ്. ഇന്ദ്രനോട് കോളേജ് ഡേയ്സ് ഞാൻ കഥ പറയാൻ പോകുമ്പോൾ ഇന്ദ്രനും അപ്പോൾ ഹീറോ ആയിട്ട് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ സിനിമയാണ്, നായകൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സിനിമയാണ്. അപ്പം അന്ന് മുതൽ അപ്പോൾ ഇന്ദ്രനാണ് എൻ്റെ ഹീറോ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആദ്യത്തെ സിനിമയുടെ നായകനാണ്. അപ്പം പക്ഷേ ഞങ്ങൾ ഇങ്ങനെ ഡെയിലി സംസാരിക്കുന്ന ആളുകളൊന്നുമല്ല. ഇന്ദ്രൻ സ്ഥിരമായിട്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് കാണാറില്ല, സംസാരിക്കാറില്ല. പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ രണ്ടുപേർക്കും നല്ലത് വരുന്ന സമയങ്ങളിൽ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യും. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ദ്രനെ വിളിക്കാറില്ലായിരുന്നു. മീൻസ് വിളിക്കാൻ സമയം രണ്ടുപേർക്കും, ഞാൻ ഇത് കുറച്ച് വലിയ പടമായതുകൊണ്ട് ഇതിൻ്റെ കുറേ തിരക്കുകളും ടെൻഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വിളിക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇതിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്യുന്ന അന്ന് രാവിലെ എനിക്കെന്തോ രാവിലെ ഇന്ദ്രനെ ഇങ്ങനെ വിളിക്കണം, ഇന്ന് എൻ്റെ പടം. അതെ, ആദ്യ നായകനല്ല, ആക്ച്വലി എൻ്റെ എല്ലാ പടത്തിലുള്ള ആളാണ് ഇന്ദ്രൻ. അപ്പോൾ ഇന്ദ്രൻ ഇല്ലാതെ ഒരു മലയാള സിനിമയാണ് എൻ്റെ. അപ്പോൾ ഇന്ദ്രനെ വിളിക്കണം. ഇന്ദ്രൻ വിളിച്ചപ്പോൾ ഇന്ദ്രൻ ഇപ്പോൾ പാലക്കാട് ഷൂട്ടിലാണ്. അപ്പോൾ ഇന്ദ്രനോട് ഞാൻ പറഞ്ഞപ്പോൾ ഇന്ദ്രനും എന്നോട് തിരിച്ചു പറഞ്ഞു, കൃഷ്ണകുമാർ എന്താ വിളിക്കാത്തതെന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ഇന്ദ്ര, നമ്മൾ എന്തായാലും അടുത്ത പടത്തിൽ ഉറപ്പായിട്ടും നമ്മൾ ഒരുമിച്ച് ഉണ്ടാവും. എനിക്ക് ഇന്ദ്രനെ വെച്ച് സിനിമ ചെയ്യണം. എനിക്ക് ഇന്ദ്രൻ ഭയങ്കര കംഫർട്ട് സോണിലുള്ള ഒരു ആക്ടറാണ്. ഇപ്പോൾ മുരളിച്ചേട്ടൻ എൻ്റെ കംഫർട്ട് സോണിലുള്ള ആക്ടറാണ്. അങ്ങനെയുള്ള ആളുകളായിട്ട് സിനിമ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഒരു ഷോട്ട് കഴിയുന്ന സമയത്ത് ഒരു കറക്ഷൻ ഉണ്ടെന്ന് ഇരിക്കട്ടെ, ഇപ്പോൾ ഇവിടെ ഇരുന്ന് ചെയറിലിരുന്നിട്ട് ഞാൻ ഇന്ദ്രനെ നോക്കിയാൽ ഇന്ദ്രൻ അറിയാം ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ഇല്ലെങ്കിൽ ഇന്ദ്രൻ എന്താ പറയാനുള്ളതെന്ന് നമുക്കും അറിയാൻ പറ്റും. അതൊരു അങ്ങനെയുള്ളൊരു അടുപ്പമുണ്ട്. അത് ആദ്യത്തെ സിനിമ മുതലേ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ദ്രൻ്റെ അടുത്ത് പോയിട്ട് ഇന്ദ്ര എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്ന് പറയേണ്ട ആവശ്യം വരില്ല. ഇപ്പോൾ മുരളിച്ചേട്ടനോടും അതില്ല. നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ വെച്ച് സിനിമയെ ഭയങ്കര ഈസിയാണ്. എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നില്ല, അവർക്ക് തന്നെ മനസ്സിലാവും. എക്സ്പ്ലെയിനപ്പുറം ഒരു ബോണ്ടിങ് ഉണ്ട്. അപ്പം നമ്മുടെ മനസ്സിലുള്ള കഥാപാത്രം കുറച്ചുകൂടി പറഞ്ഞു കൊടുക്കാനും അത് തിരിച്ച് ജയിപ്പിക്കാനും അത് എല്ലാ ആർട്ടിസ്റ്റുകളായിട്ടുണ്ട്. ഇവരുമായിട്ട് കുറച്ച് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ അടുത്ത ചോദ്യം ഏതായിരുന്നു, ഇന്ദ്രനെ നമുക്ക് ക്യാമിയോ ആയിട്ട് ഇതിനകത്ത് കിട്ടുമോ, ഇന്ദ്രത്തിനെ ഉണ്ടോ എന്ന്. കാരണം ഞാൻ ഒരാളോട് ഇങ്ങനെ പറഞ്ഞു, മിക്കവാറും ക്യാമിയോ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഡയറക്ടറിന്റെ ഫുൾ പടം എടുത്ത് നോക്കിയാൽ ഇന്ദ്രൻ കോൺസ്റ്റന്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കും അങ്ങനെ ഒരു ഐഡിയ. പക്ഷെ അങ്ങനെ ഇത് എന്താണെന്നറിയോ, ഈ സിനിമ അനന്തങ്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ മുരളിച്ചേട്ടൻ്റെ സ്ക്രിപ്റ്റുകൾ അറിയാം. നമ്മൾ എന്ത് പറയണം ഈ സിനിമയിൽ, എന്ത് പറയണ്ട എന്നൊരു തീരുമാനം കൃത്യമായിട്ട് എടുത്തിട്ടാണ് ഒരു സിനിമ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റിമെൻറ്റ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിന് മുമ്പുള്ള സിനിമകൾ എടുത്താലും അറിയാം. ഇപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള സിനിമ എടുത്താലും എൻ്റെ സിനിമകൾ എടുത്താലും ഞങ്ങൾ അങ്ങനെയുള്ള സെൻറ്റിമെൻറ്റ്സോ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ബിസിനസ് കാര്യങ്ങളോ ഒന്നും നമ്മൾ ഈ സിനിമയ്ക്കുള്ളിൽ കൊണ്ടുവരാൻ മാക്സിമം നോക്കാറില്ല. ഈ സിനിമയിൽ ഇതാണ് പറയേണ്ടത്, ഈ സിനിമയുടെ ആർട്ടിസ്റ്റ് ഇതാണ്. ഇപ്പോൾ വേണമെങ്കിൽ ഇന്ദ്രനെ ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റുമായിരിക്കാം. ഇപ്പോൾ ഞാനും മുരളിച്ച റൈറ്ററും ഡയറക്ടറും വിചാരിച്ച് നടക്കും. പക്ഷേ അത് ഇന്ദ്രനും അത് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. നമ്മളൊരിക്കലും അങ്ങനെ സിനിമയ്ക്ക് വേണമെങ്കിൽ മാത്രമേ സിനിമയിൽ കൊണ്ടുവരുള്ളൂ. ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഗംഭീര ആക്ടേഴ്സാണ്, എല്ലാവരും എസ്റ്റാബ്ലിഷ്ഡ്, ഭയങ്കര ക്യാരക്ടർ റോൾസ് ചെയ്തിട്ടുള്ള, സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളവരാണ്. ഇപ്പോൾ നോക്കിയാൽ വിജയരാഘവൻ സാർ ആയിക്കോട്ടെ, ഇന്ദ്രൻ സാർ ആയിക്കോട്ടെ, ആര്യ ആവട്ടെ, അല്ലെങ്കിൽ നിഖില വിമൽ, ശാന്തി, സുനിൽ, നമ്മുടെ ആക്ടർ സുനിൽ തെലുങ്കിൽ. ഇപ്പോൾ ശാന്തി തന്നെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ശാന്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, മലയാളത്തിൽ ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇൻറ്റൻസ് റോളാണെന്നുള്ളത്. അപ്പോൾ ആസ് എ ഫിലിം മേക്കർ നമുക്ക് ആഗ്രഹം ഉണ്ടാവും ഇൻഡസ്ട്രിയിലെ എസ്റ്റാബ്ലിഷ്ഡ് ആക്ടേഴ്സ് നമ്മുടെ പ്രൊജക്റ്റിൽ ഉണ്ടാവണം എന്നുള്ളൂ. പക്ഷേ വൺസ് അവർ ഓൺ ബോർഡ് ആയിക്കഴിഞ്ഞാൽ ആ ഒരു പ്രഷർ ഫീൽ ചെയ്യാറുണ്ടോ, ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആക്ടേഴ്സാണ്, അപ്പോൾ അവർക്ക് പെർഫോം ചെയ്യാനുള്ള സാധനം ഉണ്ടാക്കണം. അപ്പോൾ അവരുടെ അത് എന്താ പറയുക, അവർക്കത് അത്രയും സ്റ്റഫ് ഉണ്ടായിരിക്കണമെന്നൊരു പ്രഷർ ഫീൽ ചെയ്യാറുണ്ടോ? അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സ്ക്രിപ്റ്റ് കഴിഞ്ഞ് നമ്മളൊരു ക്യാരക്ടർ ലിസ്റ്റ് എടുക്കും. അതായത് ഇത്രയും ആളുകളാണ് ഈ സിനിമയിൽ വേണ്ടത്. ഇപ്പോൾ ഒരു ഹീറോയുടെ ഡേറ്റ് കിട്ടി, ഇല്ലെങ്കിൽ അത് ഒരു ഹീറോയിൻ അവരുടെ ഡേറ്റ്, പ്രൊഡക്ഷൻ സൗകര്യങ്ങളെല്ലാം ഒത്തുവന്നാൽ ആ സമയത്ത് ഷൂട്ട് ചെയ്യേണ്ടി വരും നമ്മൾ. അപ്പോൾ ഷൂട്ട് ചെയ്യേണ്ടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, അതിന് അടുത്ത സ്റ്റാർ കാസ്റ്റ് ഒരു ABC എന്നൊരു ഓപ്ഷൻ ഇട്ട് വെക്കും, ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ആദ്യത്തെ എയിൽ ഉണ്ടോ, അവർ ചിലപ്പോൾ ഈ കാലയളവിൽ ഡേറ്റിൽ ഉണ്ടാവണമെന്നില്ല, പിന്നെ ബിയിലേക്ക് പോവും, സിയിലേക്ക് പോവും. അങ്ങനെ ചില സാഹചര്യങ്ങളിൽ ചില ക്യാരക്ടേഴ്സിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, മുരളിച്ചേട്ടനോട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ ഇവരെയൊക്കെ നമ്മളുമായിട്ട് കുറേ കാലങ്ങളായിട്ട് അടുപ്പമുള്ള ആളുകളാണ് എല്ലാവരും, ഇവിടെയുള്ള കുറേ ആളുകൾ.
അപ്പോൾ അപ്പം തന്നെ ഇത് പ്രൊഡക്ഷന് വിടുകയോ ഇല്ലെങ്കിൽ പ്രൊഡക്ഷനോട് ചോദിക്കുകയോ ഒന്നുമല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ അപ്പം തന്നെ വിളിക്കുകയാണ് അവരെ, നേരിട്ട് വിളിക്കുകയാണ്. അപ്പോൾ അതിൽ വിളിച്ചൊരാൾ ഇന്ദ്രൻ ചേട്ടനാണ്. ഇന്ദ്രൻ ചേട്ടൻ എല്ലാ സിനിമകളും ഉണ്ടല്ലോ, ഇപ്പോൾ എല്ലാ സിനിമകളിലും ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും 25 ദിവസം 30 ദിവസം ഇങ്ങനെ ഡേറ്റ് പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒരാളാണ്. ഞാൻ ഇന്ദ്രൻ ചേട്ടനോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്, എങ്ങനെ ഇങ്ങനെ ഓടിക്കണമെന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതെ, എല്ലായിടത്തും ഉണ്ട് ഇന്ദ്രൻ ചേട്ടൻ. അപ്പം ഞാനിത് വിളിക്കുമ്പോഴും മുരളിച്ചേട്ടനോട് പറഞ്ഞു, മുരളിച്ചേട്ടൻ ഇത് ഇന്ദ്രൻ ചേട്ടൻ വേണമെന്നുള്ളത് നമുക്ക് ആവശ്യമാണ്, പക്ഷേ ഇന്ദ്രൻ ചേട്ടൻ്റെ ഈ ഡേറ്റ്സാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ മുരളിച്ചേട്ടൻ വിളിച്ചു ഇന്ദ്രൻ ചേട്ടനെ, വിളിച്ചിട്ട് എൻ്റെ കയ്യിൽ പോകുന്നത് ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ടെന്ന് സന്തോഷമാണെന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ് ഇന്ദ്രൻ ചേട്ടൻ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ ചേട്ടനോട് ഒരേ ഒരു കാര്യം പറഞ്ഞു, ഇന്ദ്രൻ ചേട്ടൻ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്, നമ്മളെന്തായാലും പടം ചെയ്യും, പക്ഷേ 100 ദിവസത്തെ ഡേറ്റാണ്, 100 ദിവസം വേണം ഇന്ദ്രൻ ചേട്ടൻ്റെ, വലിയ ക്യാരക്ടർ അതിനകത്ത്. അപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം, എനിക്ക് ഈ ഡേറ്റിൻ്റെ കാര്യമൊക്കെ മകനാണ് നോക്കുന്നത്, എനിക്കറിയില്ല, പക്ഷേ ഉറപ്പായിട്ട് ഞാൻ ഈ സിനിമ ചെയ്യും. സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ കഥയെ കേട്ടിട്ടുള്ളൂ, ചെറിയ രൂപയെ കേട്ടിട്ടുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മളെന്തായാലും ഈ ടീമിനോടൊപ്പം പടം ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാനത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി വരും എന്ന് എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പം ഇന്ദ്രൻ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ഈ കാലയളവ് ഇതാണ്, ഈ സമയത്താണ് ഇത് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു 100 ദിവസമാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇന്ദ്രൻ ചേട്ടനെ എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇന്ദ്രൻ ചേട്ടനോട് ഞങ്ങൾ കഥ പറഞ്ഞു, ഫുൾ ഡീറ്റെയിൽ. കേട്ട് കഴിഞ്ഞിട്ട് ഇന്ദ്രൻ ചേട്ടൻ ഞാനാണോ ഇത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഞങ്ങളോട്. കാരണം അത്രയ്ക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ടൊരു ക്യാരക്ടർ. അപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ തന്നെയാണ് ചെയ്യേണ്ടത് ഡേറ്റ്. അപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ ആ സമയം മുതൽ ഞങ്ങളോടൊപ്പം ഉണ്ട്. അങ്ങനെ കാസ്റ്റ് ചെയ്ത കുറേ ആളുകളുണ്ട് ഈ സിനിമ. ഡാർക്ക് ഷെയ്ഡ് ഉണ്ടല്ലേ? അങ്ങനെ അത് സിനിമ കാണട്ടെ കണ്ടിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റാഞ്ഞിട്ടാണ് ആ സിനിമ. കാരണം വളരെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അത്, കാരണം ഈ ഇൻ്റർവ്യൂ ഇങ്ങനെ നിൽക്കും, ഇത് ഓൺലൈനിലുണ്ടാവും. ഞാൻ ഈ പറയുന്നതിനകത്ത് ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ അത് എനിക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും സ്ട്രോങ് ആയിട്ടൊരു ക്യാരക്ടർ, അത്രയും ഇഷ്ടപ്പെടുന്നൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഓ മനസ്സിലായി. ഓക്കെ, അത്രയും ഗ്രാഫുള്ള സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ദ്രൻ സൈഡിനും വേറെ ആരുമായിരുന്നു, അതായത് റൈറ്റർ മുരളി ഗോപിയും ഡയറക്ടർ GN കൃഷ്ണകുമാറും കൂടെ ഓക്കെ ഇവർ തന്നെ വേണമെന്ന് തീരുമാനിച്ച 2 പേരിൽ രണ്ടാമനാരാണ്? അഫ്കോഴ്സ് ഹീറോ. ഹീറോ ആരി സാർ വരുന്നത് തന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ ചർച്ചകളിൽ, മുരളിച്ചേട്ടൻ്റെ ചർച്ചകളിൽ ഈ ഞാൻ കടവുൾ സിനിമയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആരി സാറിൻ്റെ ആരി സാർ ഇല്ലാതെയും കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്, റൊമാൻറ്റിക് ഹീറോ ആയിട്ടും ഒക്കെ സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഞാൻ കടവുള്ളൊരു പൗരുഷവും ആ തീഷ്ണതയൊക്കെ ഉള്ള ഒരാളുണ്ട്. അപ്പോൾ അത് ആരി സാറിനെ കൊണ്ടും അങ്ങനെയുള്ള ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും. പിന്നെ സർപ്പട്ടയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ നമ്മുടെ ഒരു മാർക്കെന്ന് പറഞ്ഞാൽ അതാണ്, ഞാൻ കടവുളാണ്. അപ്പോൾ ഈ ക്യാരക്ടർ ഡെവലപ്പ് ആവുന്ന സമയത്ത് തന്നെ അങ്ങനെ തീഷ്ണതയുള്ള ഒരാളാണ്, ആ തീഷ്ണതയുള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനെയാണ് ആരി സാറിലേക്ക് എത്തുന്നതും. ആരി സാർ അത് കൺവിൻസ് ആവുകയും പെട്ടെന്ന് ആരി സാർ അതുപോലെ വന്നു. അപ്പോൾ അതിനൊന്നും വേറൊരു ചോയ്സ് ഇല്ല എന്നുള്ളതാണ്, വേറൊരു ഹീറോ അങ്ങനെ ഒരു ചോയ്സ് പോയിട്ടില്ല. അങ്ങനെ ഒരുപാട് അങ്ങനെ കുറേ കാസ്റ്റുകളുണ്ട് ഇതിനകത്ത്. ശാന്തി, ഇത് മറ്റേ ലോകയുടെ സമയത്തായിരുന്നു നിങ്ങൾ ഇതിന്റെ ഇത് നടക്കുന്നത്? അതെ, ലോകയുടെ സമയത്ത്, ഷൂട്ടിംഗ് സമയത്താണ് ഇതിന്റെ ഈ ചർച്ച നടക്കുന്നതും. ലോക കഴിയുന്നതിന് മുമ്പ് നമ്മളെ ഷൂട്ടും സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഓ അത് ശരി. ഓക്കെ, ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഡ്രാമ എഴുതുമ്പോഴത്തേനും പണ്ടത്തെ പോലല്ല. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഇറങ്ങി ഏതെങ്കിലും ഒരു സൈഡിൽ ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി, ദിസ് ഇസ് എ പ്രൊപ്പഗൻഡ ഫിലിം എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ദ എൻറ്റയർ പീപ്പിൾ ഓക്കെ ഇതാണോ പ്രൊപ്പഗൻഡ ആണോ എന്നൊരു തോട്ട് അവരുടെ മനസ്സിലേക്ക് വരും. എസ്പെഷ്യലി ഐ തിങ്ക് മുരളി ഗോപി ആസ് എ റൈറ്റർ, പുള്ളി പല സ്റ്റേജസ് ഓഫ് ഹിസ് കരിയറിൽ അത് ഹീറ്റ് ഫേസ് ചെയ്തിട്ടുണ്ട് ത്രൂ ഔട്ട്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിൻ്റെ സമയത്താവട്ടെ, അല്ലെങ്കിൽ ടിയാൻ്റെ സമയത്താവട്ടെ, എമ്പുരാൻ്റെ സമയത്താവട്ടെ. സോ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വെൻ ഈ അനന്തൻകാട് സിനിമ ഇറ്റ്സ് എ സോഷ്യോ പൊളിറ്റിക്കൽ ഡ്രാമയാണ്. അപ്പോൾ അത് വരുമ്പോൾ നിങ്ങൾ പേർപ്പസ്ഫുള്ളി എടുക്കുന്ന ചില പ്രിക്കോഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ മെഷേഴ്സ് ഉണ്ടോ ഇൻ ഓർഡർ ടു അവോയ്ഡ്, ഐ മീൻ നമ്മുടെ ഫിലിം മേക്കർ എന്നുള്ളൊരു ക്രിയേറ്റിവിറ്റി കോൺഫ്ലിക്റ്റ് വരാതെ ഓക്കെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ലെറ്റ്സ് പ്രസന്റ് ദിസ് വിത്ത് അവർ വിഷൻ ഹിയർ ആൻഡ് ഓൾസോ വേറൊരു എന്താ പറയുക ഒരു ഫിംഗേഴ്സ് പോയിന്റ് ചെയ്യാത്ത രീതിയിൽ അങ്ങനെ ഫോഴ്സ്ഫുള്ളി ഡിസൈഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ? ഞാൻ എൻ്റെ സിനിമ ഇറങ്ങുന്ന സമയത്ത് മാത്രം ഇതിനകത്ത് സജീവമാവുകയും പിന്നെ എവിടെയെങ്കിലും പോയി വിളിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ശ്രദ്ധിച്ചു, ഞാൻ ഇന്റർവ്യൂസ് പലതും ചോദിച്ചിട്ട് ഒന്നും ഞാനില്ല. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അഭിപ്രായമുണ്ട്, അത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. അപ്പോൾ അതിന് അഭിപ്രായം പറയേണ്ട ആളുകളും അഭിപ്രായം പറയുന്ന ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിലും ഒക്കെ ഉണ്ട്. അപ്പം എൻ്റെ ജോലി എന്ന് മാത്രമല്ല എൻ്റെ പാഷനും ഞാൻ ചെയ്യുന്നതും സിനിമയാണ്. അപ്പോൾ ആ സിനിമയിലൂടെ മാത്രം പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും, ഇപ്പോൾ നമുക്ക് രണ്ടുപേർക്കും നമ്മുടേതായ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ കാണും, നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് കാണും, നമുക്ക് അഭിപ്രായങ്ങളുണ്ട്. അത് ഒന്നുകിൽ നമ്മുടെ ഒരു ക്ലോസ് സർക്കിളിൽ പറയുകയോ ഇല്ലെങ്കിൽ അതില്ലാതൊരു സമൂഹത്തിനോട് പറയേണ്ടത് സിനിമയിലൂടെ മാത്രമാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ചെയ്യാൻ കഴിയുമ്പോഴും ഇതുപോലെ കുറേ കാര്യങ്ങൾ സംസാരിക്കുകയും വിളികൾ വരികയും ഫോൺ വരികയും ഒക്കെ
ഇപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ബൈറ്റ് പോലും കണ്ടിട്ടില്ല, അതിന് ശേഷം അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു ഇല്ലെങ്കിൽ പറഞ്ഞു എന്ന് ഞാൻ മീഡിയയിലും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്നെ വിളിച്ച ആളുകളോട് ഞാൻ പറഞ്ഞത് എനിക്കത് സംസാരിക്കാൻ താല്പര്യമില്ല, ഞാൻ ഇങ്ങനെ ഒരു കണ്ടൻറ്റ് പറയണമെന്ന് തോന്നി, ഞാൻ ആ കണ്ടൻറ്റ് പറഞ്ഞു. അതിന് നിങ്ങൾക്ക് അതിനകത്ത് ശരിയും തെറ്റും ഉണ്ടാവാം. അതിപ്പോൾ നമ്മൾ പറയുന്ന മാത്രമാണ് ശരിയെന്നൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അവർ മറുസൈഡ് പറയുന്നതും അവരെയും അവർ പറയുന്നതും ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷേ എനിക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം, നമ്മൾ വായിച്ചൊരു കാര്യം ഇല്ലെങ്കിൽ നമ്മൾ അറിയുന്ന കാര്യം, നമ്മൾ അനുഭവപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ സിനിമയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്ക് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യം, തിരിച്ചു പറയുന്നവർക്കും എതിർത്ത് പറയുന്നവർക്കും അത് അനുകൂലിച്ച് പറയുന്നവർക്കും പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം ഈ എതിർത്ത് പറയുന്നവരും ആലോചിക്കേണ്ടത് നമുക്കും ആ സ്വാതന്ത്ര്യമുണ്ട്, അവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം തീരും. പക്ഷേ അത് ചിലപ്പോൾ ചില ആളുകൾ അത് മനസ്സിലാക്കുന്നില്ലായിരിക്കാം, ചില ആളുകൾ അത് മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ടിയാൻ അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരു സ്ക്രിപ്റ്റിനിരിക്കുമ്പോഴോ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യും. ഇപ്പോൾ എൻ്റെ റൺ ബേബി റണ്ണ് തമിഴ് ചെയ്യുന്ന സിനിമ അങ്ങനെ സംസാരിക്കുന്ന ഒരു സിനിമയല്ല. അപ്പോൾ അതിൻ്റെ ആ ചർച്ചയില്ല അവിടെ. ഇപ്പോൾ ചിലപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമ അങ്ങനെയല്ല. പക്ഷെ അനന്തൻകാട് പോലൊരു സിനിമ ചെയ്യുമ്പോൾ അതിനകത്ത് പൊളിറ്റിക്സ് കടന്നു വരുന്നുണ്ട്. പക്ഷേ ടിയാനെ പോലൊരു വിഷയം സംസാരിക്കുന്ന ഒരു സിനിമയല്ല അത്. പക്ഷേ എനിക്ക് ഇത്തരം സിനിമകളോട് വലിയ താല്പര്യമുള്ളതാണ്. ഒരു മേക്കർ എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുള്ള ആളുമാണ്. പക്ഷെ നമുക്ക് കണ്ടിന്യൂസ് അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. പറയേണ്ട സമയത്ത് പറയണമെന്നുള്ളതാണ്. അങ്ങനെ ഇതിനകത്തും പറയണമെന്ന് തോന്നിയ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പറയുന്ന കാര്യങ്ങൾ ആരെയും വേദനിപ്പിക്കരുതെന്നും ആർക്കും എതിരെയല്ല, ആർക്കും ഇപ്പോൾ ആരെങ്കിലും നമ്മൾ സന്തോഷിപ്പിക്കാനോ ആരെയും വിഷമിപ്പിക്കാനോ ചെയ്യുന്നതല്ല. നമുക്ക് പറയണമെന്ന് തോന്നിയതും ചിലപ്പോൾ ഇപ്പോൾ ടിയാൻ എടുത്താൽ തന്നെ അറിയാം. ടിയാൻ എന്നെ വിളിച്ച ആളുകളോട് ഞാൻ പറഞ്ഞിരുന്നത്, നിങ്ങൾ കുറച്ച് ബേക്കിലേക്ക് വായിച്ച് നോക്കൂ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുന്നതിന് മുമ്പ് അത്യാവശ്യം നിങ്ങൾ ഒരു ഞാൻ പറഞ്ഞതിനെപ്പറ്റി നിങ്ങളൊന്ന് അറിഞ്ഞിട്ട്, അതിൻ്റെ ചരിത്രം ഉണ്ടല്ലോ ഇവിടെ, നിങ്ങൾ അറിഞ്ഞിട്ട് എന്നെ വിളിക്കൂ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അതിനകത്ത് ഞാൻ ആ ചരിത്രത്തിൽ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് എന്നോട് പറയാം. അതില്ല നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഞാനിത് റെഫർ ചെയ്തിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ സിനിമ ചെയ്തിട്ട്, ചിലപ്പോൾ അല്ല സിനിമ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ടിയാൻ ഇന്ന് നിൽക്കുന്നത്. ടിയാനിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ പറയണമല്ലോ, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് അവരോട് പറയാം, ഇത് ഈ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാം. അങ്ങനെ ഒരു തെറ്റ് വരുത്തി ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള ആളല്ല. അങ്ങനെ തെറ്റ് വരുത്തുകയില്ല, വരുത്താതിരിക്കാൻ ശ്രമിക്കും. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യാനും തയ്യാറാണ്. പക്ഷേ ഞങ്ങൾ ഓൺ പേപ്പറിലാക്കുമ്പോഴും ഇത് എഴുതുമ്പോഴും ഇത് ഷൂട്ട് ചെയ്യുമ്പോഴും ഇങ്ങനൊരു പ്രശ്നം വന്നേക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം വന്നേക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ സിനിമ ചെയ്യാൻ പറ്റില്ല. വന്നാൽ നമുക്ക് ഈ ഒരു കാലത്ത് സിനിമ ചെയ്യാൻ പറ്റില്ല, നല്ല സിനിമകൾ ചെയ്യാൻ പറ്റില്ല, നമ്മൾ പറയേണ്ട വിഷയങ്ങൾ പറയാൻ പറ്റില്ല. 8 വർഷത്തിന് ഇപ്പോഴും ടിയാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അന്ന് അങ്ങനെ ഒരു കോൾ എടുത്തതുകൊണ്ടാണ് ടിയാൻ ഇപ്പോഴും സംസാരിക്കുന്നത്. അപ്പോൾ അനന്തകാടും അങ്ങനെ സംസാരിക്കപ്പെടുന്ന ഒരു സിനിമയാവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു വിവാദത്തിനുമില്ല. ഇപ്പോൾ ജസ്റ്റ് ടിയാൻ്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കും. അപ്പം അന്ന് എനിക്കൊന്നൊരു 10 CR കണ്ടാന്ന് തോന്നുന്നു അന്നത്തെ ബഡ്ജറ്റ്. അന്ന് 10 CR വാസ് എ ഹ്യൂജ് തിങ്. ഇപ്പോൾ ഒരു 8 years ബാക്ക് കൊമേഴ്ഷ്യലി അത്രയും വയബിൾ ആയിരുന്നു. ലൈക്ക് ആഫ്റ്റർ റിലീസിന് വയബിൾ ആയിട്ട് തന്നെ ആയിരുന്നു പിന്നെ ടിയാൻ വന്നിട്ടുണ്ട്. അതെ, അതിൻ്റെ ബിസിനസ്സുകളെല്ലാം നടന്നിരുന്നു. പിന്നെ അതിൻ്റെ ഒരു രാജുവായിരുന്നല്ലോ. അപ്പോൾ രാജുവിന് അന്നുള്ള ഇനിഷ്യൽ കണക്ഷൻസ് വളരെ കൂടുതലായിരുന്നു. അപ്പം ഈ പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്, നമ്മൾ ഇവിടെ ട്രെയിലറും എല്ലാം ഇതൊരു സിനിമ ഒരു ബിസിനസ്സാണ്. അപ്പോൾ ബിസിനസ് ആകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞിറക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ കണക്ഷൻസ് ഒക്കെ വളരെ വലുതായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ചത്ര തിയേറ്ററിൽ അത് പോയൊരു സിനിമയല്ല അത്. തിയേറ്റർ എക്സ്പീരിയൻസിൽ തിയേറ്ററിൽ അത് നമ്മൾ വിചാരിച്ചൊരു വിജയം കിട്ടിയ സിനിമയല്ല. അന്നായിരുന്നു ഇന്നായിരുന്നു കുറച്ചുകൂടി ഒരു ബിഗ് ബഡ്ജറ്റ്, കുറച്ചുകൂടെ ബഡ്ജറ്റ് ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അന്നായിരുന്നു. അന്നും എൻ്റെ ഒരു സിനിമാഗ്രാഫ് എടുത്താൽ ഞാൻ പറഞ്ഞില്ല, അന്ന് ടിയാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു പുലിമുരുകൻ അന്ന് വലിയ ബഡ്ജറ്റ് സിനിമയായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുപോലെ ഈ ടിയാൻ പോലൊരു സിനിമ അന്ന് ചെയ്യാൻ ഹനീഫ് ഖ പോലൊരു പ്രൊഡ്യൂസർ വന്നു ചെയ്തു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പം അങ്ങനെ അന്നത്തെ വലിയ ബഡ്ജറ്റിൽ സിനിമ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇന്നും അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് ഇപ്പോൾ വിനോദ് കുമാറിനെ പോലൊരു സത്യത്തിൽ വിനോദിനെ പോലൊരു പ്രൊഡ്യൂസർ, മിനി സ്റ്റുഡിയോ വിനോദിനെ പോലൊരു പ്രൊഡ്യൂസർ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ഈ സിനിമ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ റോള് വളരെ വലിയ കാര്യമാണ്. അപ്പോൾ അവരില്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള സിനിമകൾ പറയാനോ ചെയ്യാനോ പറ്റില്ല, പാടാണ്. ഇപ്പോൾ ഒരുപാട് ആസ്പിറൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇൻഡസ്ട്രിയിലേക്ക് വരണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പലപ്പോഴും ഒരു സ്ക്രിപ്റ്റുമായിട്ട് ഒരു പ്രൊഡ്യൂസറിനെ കാണുമ്പോഴത്തേനും കുറേ പേര് ഇപ്പോഴും ഈ ഒരു കൊമേഴ്ഷ്യൽ സ്റ്റാർ വാല്യൂ അപ്പോൾ അതിലേക്ക് ഭയങ്കര ഹാങ് ഓൺ ചെയ്ത് നിൽക്കുന്നവരാണ് മെജോറിറ്റി ആൾക്കാർ, പ്രൊഡ്യൂസേഴ്സിൽ തന്നെ. പണ്ട് മറ്റേ അഴകി രാവണ്ണാത്ത് പറയുന്നല്ലോ, പാട്ട് ആഡ് ചെയ്യൂ, ഡാൻസ് ആഡ് ചെയ്യൂ, ഫൈറ്റ് ആഡ് ചെയ്യൂ, അങ്ങനെ പറയുന്നല്ലോ. അപ്പോൾ ഡു യു തിങ്ക് സംവെയർ ഈ പറയുന്ന പോലെ ഫ്രഷ് കോണ്ടൻസ്
എത്തിപ്പെടാറില്ല ഇങ്ങനത്തെ കൺസ്ട്രെയിൻസ് ഉള്ളത് കൊണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്? ഇതൊരു ബിസിനസ് ആയതുകൊണ്ട് നമുക്ക് പ്രൊഡ്യൂസേഴ്സിനെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അവർ ഞാൻ ഈ സോങ് ആഡ് ചെയ്യൂ ഫൈറ്റ് ആഡ് ചെയ്യൂ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ മലയാളത്തിലാണ് ഏറ്റവും, ഞാനിപ്പോൾ തമിഴിലും ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് നന്നായി, തമിഴിലും അങ്ങനെ പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്, തമിഴിലും അങ്ങനെ ഇല്ല. തമിഴിൽ എൻ്റെ എക്സ്പീരിയൻസിലില്ല. കാരണം അവിടെയും വലിയ, ഞാൻ പ്രിൻസ് പിക്ചേഴ്സ് പോലൊരു കമ്പനിയിലും ഞാൻ മിച്ചൻ ജബക്ക് എന്ന് പറഞ്ഞ വലിയ 2 കമ്പനികളിലാണ് സിനിമ ചെയ്തത്. അവർ ആ പ്രൊഡ്യൂസേഴ്സ് ഒന്നും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല നിങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ ആഡ് ചെയ്യൂ ഇല്ലെങ്കിൽ പാട്ട് ആഡ് ചെയ്യൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ എനിക്ക് താരതമ്യേന ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ, മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന് ഡയറക്ടറായ ആളാണ്. ഇവിടെയാണ് കുറച്ചുകൂടി നല്ലതെന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ലത് മീൻസ് ഇവിടെയാണ് കുറച്ചും കൂടി നമുക്ക് ഇങ്ങനെയുള്ള കഥകൾ പറയാനും സബ്ജക്റ്റ് പറയാനും കുറച്ചുകൂടി എളുപ്പമെന്ന് തോന്നിയിട്ടുണ്ട്. സിനിമ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചിലപ്പോൾ ഒരു 15 കൊല്ലോ 20 കൊല്ലോ മുമ്പ് ഉണ്ടായിരുന്ന രീതിയല്ല സിനിമയ്ക്ക് ഇപ്പോൾ. കുറച്ചുകൂടെ വെൽക്കമിംഗ് ആണ്. കോണ്ടന്റ് അനുസരിച്ച് സിനിമ ചെയ്യുന്നതിലേക്ക് എല്ലാ ഇൻഡസ്ട്രിയും മാറിയിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്ത 2 ഇൻഡസ്ട്രിയിലും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ താരങ്ങളെ പറ്റി പറയുന്നത് ഉറപ്പായിട്ടും അതൊരു മാർക്കറ്റിംഗ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ വരുന്നത് താരങ്ങളെ നോക്കിയിട്ടാണല്ലോ വരുന്നത്. പക്ഷെ മലയാളത്തിൽ അങ്ങനെയല്ല, തിരിച്ചും വരുന്നുണ്ട്. പക്ഷേ ഒരു ബിസിനസ്സിൻ്റെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് പറയുന്നതിന് തെറ്റില്ല. നമുക്ക് ഈ ആർട്ടിസ്റ്റ് വെച്ച് ചെയ്താൽ കുറച്ചും കൂടി അവർക്ക് ഇപ്പോൾ OTT ബിസിനസ്, അങ്ങനെ സിനിമയ്ക്ക് തിയേറ്ററിലല്ലാത്ത ഒരു ബിസിനസ് ഉണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും സിനിമ പുൾ ഓൺ ചെയ്യാൻ. മറ്റതിന് കുറച്ചുകൂടി സ്ട്രഗിൾ ഉണ്ട്. അപ്പം പുതിയ ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ആത്മാർത്ഥമായി സിനിമ ചെയ്യാൻ വേണ്ടി സിനിമ ചെയ്യാതെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളും, ഇപ്പം ഞാൻ ടിയാൻ ചെയ്യുമ്പോൾ ടിയാൻ പോലൊരു സിനിമ പുൾ ഓൺ ചെയ്യാൻ പാടായിരിക്കും ചിലപ്പോൾ, അല്ലേ? അപ്പം ഹനീഫ് കെ പോലൊരു നല്ലൊരു പ്രൊഡ്യൂസർ വന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. പിന്നെ രാജുവിന് അത് കൃത്യമായി മനസ്സിലായി, അതുകൊണ്ടാണ് ഇന്ദ്രന് മനസ്സിലായി, അതുകൊണ്ടാണ് ആ സിനിമ ചെയ്യാൻ പറ്റിയത്. അപ്പം അങ്ങനെ മനസ്സിലാക്കിച്ച് ഒരു മേക്കർ ആ സിനിമയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്, കൺവിൻസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ജോലിയാണ്, കൊണ്ടുവരേണ്ടത്. നമ്മൾ ചെയ്യാൻ പോകുന്ന സിനിമയ്ക്ക് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ സിനിമ ഉണ്ടാവും, നടക്കും. ഫസ്റ്റ് ആയിട്ട് ഏത് പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്? ഞാൻ പ്രായിക്കര പാപ്പൻ എന്ന് പറഞ്ഞ സിനിമയിലാണ് ആദ്യം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് TS സുരേഷ് ബാബു സാറിനോട്. അതിനുശേഷം സ്റ്റാൻലി ശിവദാസ്, മാർക്കന്നെ, അങ്ങനെ കുറേ സിനിമകൾ വർക്ക് ചെയ്തു. അതിനുശേഷം ഇൻഡിപെൻഡന്റ് ആവുമായിരുന്നു. ശരി, ഓക്കെ. നെക്സ്റ്റ് എനിക്ക് അവൽ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് വരുന്നുണ്ടല്ലോ. ഇല്ല, അയൽ അത് ഓൾറെഡി ഷൂട്ട് കഴിഞ്ഞതാണ്, അതിന്റെ ഫസ്റ്റ് കോപ്പി ആയതാണ്. അത് കോവിഡ് സമയത്ത് OTTക്ക് വേണ്ടി പ്ലാൻ ചെയ്ത സിനിമയാണ്. പക്ഷെ അത് ആ സമയത്ത് പിന്നെ അത് നമ്മൾ ഈ സിനിമയിലേക്ക് വരുമ്പോഴും പ്രൊഡക്ഷൻ ഹൗസും പറഞ്ഞിരുന്നത് അത് ഇതേ സെയിം പ്രൊഡക്ഷൻ ഹൗസാണ്, നമുക്ക് തൽക്കാലം അത് നിർത്തിവെക്കുക, ഇത് അനന്തൻകാടിന് ശേഷം അത് റിലീസ് ചെയ്യാന്ന് വെച്ചാൽ അനന്തൻകാടിന് ശേഷം വരും. അതും ബൈലിംഗ്വലാണോ? അല്ല, അത് മലയാള സിനിമയാണ്. അത് ഹിമാചലിലാണ് ഫുൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതൊരു OTTക്ക് വേണ്ടി ചെയ്ത സിനിമയാണ്. പക്ഷേ മിക്കവാറും അത് തിയേറ്ററിലേക്ക് ഈ അനന്തൻകാടിന് ശേഷം റിലീസ് വരും. ഓക്കെ, അങ്ങനെ വരട്ടെ. അങ്ങനെ ഒരുപാട് സിനിമകൾ ഇനി വരട്ടെ. അനന്തൻകാട് നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ഹ്യൂജ് ക്യാൻവാസ്, ഹ്യൂജ് സ്റ്റാർ കാസ്റ്റ്. അപ്പോൾ ലെറ്റ് ദ മൂവി ബി എ ഹ്യൂജ് ഹിറ്റ്, as huge as its canvas. All the very best. Thank you so much for coming to Club FM. Thank you.